പാളയം പള്ളി ഇമാം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് അബ്ദുൽ ഗഫാർ മൗലവിയാണ്. പാളയം പള്ളിയിൽ ഇമാമായി അദ്ദേഹം നിറഞ്ഞു നിന്നിരുന്നൊരു കാലം സാമൂഹിക സാംസ്കാരിക സേവന മതസൗഹാർദ്ദ ഇടങ്ങളിലൊക്കെയും നിറഞ്ഞ സാന്നിധ്യമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. പലപ്പോഴും സൗമ്യമായി ദീപ്തമായ വാക്കുകൾ കൊണ്ട് ലളിതസുന്ദരമായി കാര്യങ്ങൾ പറയുന്നതിൽ അദ്ദേഹത്തിൻ്റെ വൈഭവം വളരെ ഇഷ്ടത്തോടെ കൗമാരകാലം മുതൽ നോക്കിയിരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ഇന്നത്തെ മതപ്രഭാഷണ പരമ്പരകളുടെ ആ സവിശേഷമായ സംഗതികൾ ഒന്നുമല്ലാതെ വളരെ ശാന്തമായി കാര്യങ്ങൾ പറഞ്ഞിരുന്ന ഒരാൾ. ഇതൊക്കെ ഇപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ വളരെ അവിചാരിതമായി റമദാനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മൊഴിമുത്തുകൾ എന്ന പേരിൽ ഉള്ള 2 മനോഹരമായ വളരെ ചെറിയ സന്ദേശങ്ങൾ കേൾക്കാനിടയായി. എനിക്കിഷ്ടമുള്ളത് ഞാൻ പറയുന്നത് കേൾക്കുന്നവരാണ്, എന്നെ കേൾക്കുന്ന പലരും. യോജിപ്പും വിയോജിപ്പും ഒക്കെ ഉള്ളതിനോടുകൂടി തന്നെ ഈ സന്ദേശവും എനിക്കിഷ്ടമായി. അതുകൊണ്ട് നിങ്ങൾക്കായി പങ്കുവെക്കുന്നു. റമദാൻ അവസാനിക്കുന്ന ഈ വേളയിൽ നമ്മുടെ വിശുദ്ധ റമദാനിലെ നോമ്പുകളെ, സൽക്കർമ്മങ്ങളെ, നമസ്കാരങ്ങളെ, തറാവീഹുകളെ, ദിക്റുകളെ, സദക്കകളെ, സക്കാത്തുകളെ, ഇഫ്താറുകളെ, എഴുത്തിക്കാഫുകളെ, ഖുർആൻ പാരായണങ്ങളെ, എല്ലാ നന്മകളെയും പടച്ചതമ്പുരാൻ സ്വീകരിച്ച് മനുഷ്യർക്കിടയിൽ സ്നേഹവും ലോകത്താകെയും സമാധാനവും ഉണ്ടായിത്തീരുന്നതിന് കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സന്ദേശം കേൾക്കാം. റംസാൻ മൊഴികൾ അവതരിപ്പിക്കുന്നത് ഹാഫിസ് PH അബ്ദുൽ ഗഫാർ മൗലവി. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? സർവേശ്വരൻ എത്ര വിപുലമായ ഏർപ്പാടുകളാണ് അതിനുവേണ്ടി ചെയ്തു വച്ചിരിക്കുന്നത്. ആഹാരമില്ലാതെ ജീവിക്കുവാൻ മനുഷ്യന് സാധ്യമല്ല. മനുഷ്യർ കഴിക്കുന്ന ആഹാരങ്ങളുടെ ഉറവിടവും മുഖ്യ സ്രോതസ്സും സസ്യവർഗങ്ങളാണ്. നമുക്ക് മാംസാഹാരം ലഭിക്കുന്നത് പോലും സസ്യങ്ങൾ ഉള്ളതുകൊണ്ടാണ്. സസ്യങ്ങളെ നിരീക്ഷിക്കുമ്പോൾ മനുഷ്യന് ഭക്ഷണത്തിന് വേണ്ടി മാത്രമാണ് അവ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് തോന്നിപ്പോകുന്നു. ഒരു വാഴ നോക്കുക, കുലയ്ക്കുന്നതോടെ അതിൻ്റെ ദൗത്യം പൂർത്തിയാകുന്നു. കുല വെട്ടിയെടുക്കപ്പെടുന്നതോടെ ശിരസ് നഷ്ടപ്പെട്ട് അതിൻ്റെ ജീവിത ലക്ഷ്യം പരിപൂർണമാകുന്നു. ഒരു വാഴക്കന്ന് പൊട്ടിമുളച്ച് കൂമ്പുകൾ വിടർന്ന് ഇലകൾ വിരിച്ച് വളർന്ന് കുലച്ച് പാകമാകുന്നത് വരെയുള്ള അതിൻ്റെ ശ്രദ്ധയും പരിശ്രമവും ആർക്കു വേണ്ടിയായിരുന്നു? ഇത്രയും കഷ്ടപ്പെട്ട് താൻ ജന്മം കൊടുത്ത വാഴക്കുല കൊണ്ട് അതിന് എന്തെങ്കിലും പ്രയോജനമുണ്ടാകുന്നുണ്ടോ? ഒരു വൃക്ഷവും ചെടിയും അതിൻ്റെ കനി ഭക്ഷിക്കുന്നില്ല. മറ്റ് ജീവികൾ, പ്രത്യേകിച്ച് മനുഷ്യർ, അവ ഉപയോഗിക്കുന്നു, ഭക്ഷണമാക്കുന്നു. മനുഷ്യൻ അടുത്ത തലമുറയ്ക്ക് വേണ്ടി അധ്വാനിക്കുകയും സമ്പാദിക്കുകയും ചെയ്യുമ്പോൾ പാവം സസ്യങ്ങൾ അവയുടെ സമ്പാദ്യം കൊണ്ട് അതിൻ്റെ തൈകൾക്കോ നാമ്പുകൾക്കോ എന്തെങ്കിലും ഗുണം കിട്ടുന്നുണ്ടോ? ചുരുക്കത്തിൽ ജഗതീശ്വരൻ സകല സസ്യങ്ങളും ചെടികളും കായ്കനികളും പടച്ചത് നമുക്ക് വേണ്ടിയാണ്. സസ്യങ്ങളിൽ കായകൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യരെ പോലെ തന്നെ ആൺ പെൺ ബീജങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് ഫലങ്ങൾ ഉണ്ടാകുന്നത്. സർവശക്തൻ അതിനായി ഹേതുവാക്കിയിരിക്കുന്നത് തേനീച്ചകളെയും ചെറുപ്രാണികളെയുമാണ്. ഇവയെ ആകർഷിക്കുവാൻ ചെടികളിൽ തേൻ ഉണ്ടാക്കിയിരിക്കുന്നു. സസ്യങ്ങൾക്ക് തേൻ ആവശ്യമില്ലാത്ത ഒരു ഘടകമാണ്. ഏതെങ്കിലും ചെടി തേൻ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടോ? തേൻ ഉൽപ്പാദിപ്പിച്ച് അവ പൂമ്പാറ്റകളെയും പൂത്തുമ്പികളെയും ആകർഷിക്കുന്നു. അത് നുകരാനെത്തുന്ന ഇവറ്റകളുടെ ശരീരത്തിൽ പറ്റിപ്പിടിക്കുന്ന പൂമ്പൊടികളിലൂടെ പരാഗണം നടക്കുന്നു. അങ്ങനെ കായകനികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പ്രക്രിയയിൽ പങ്കെടുക്കുന്നവർ ആരും ഇതൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല എന്നുള്ളതാണ്.
ചുരുക്കത്തിൽ സാക്ഷാൽ ജഗദീശ്വരൻ്റെ വ്യക്തമായ ആസൂത്രണത്തിൻ്റെയും സൂക്ഷ്മമായ സംവിധാനത്തിൻ്റെയും ഫലമായിട്ടാണ് നമുക്ക് ഭക്ഷണം ലഭിക്കുന്നത്. എങ്കിൽ അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്ത സൃഷ്ടാവ് ഒരു മാസക്കാലം പകൽ നേരത്ത് അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുവാൻ മനുഷ്യരാശിയോട് കൽപ്പിക്കുമ്പോൾ അത് അനുസരിക്കാനും നന്ദി കാണിക്കാനും മനുഷ്യൻ തയ്യാറാവേണ്ടതല്ലേ? പ്രവാചക തിരുമേനി അരുൾ ചെയ്യുന്നു, റമളാനിലെ പകലുകളിൽ വ്രതമനുഷ്ഠിക്കൽ അള്ളാഹു മനുഷ്യന് നിർബന്ധമാക്കിയിരിക്കുന്നു. അതെ, വ്രതം അന്നം തരുന്നവൻ്റെ ആജ്ഞ അനുസരിക്കലാകുന്നു. ശരണാർത്ഥിയാണു ഞാൻ, അല്ലാഹുവേ നീയൻ, അകതാരിൽ നിറയും വെളിച്ചമായി തീരണേ. ശരി തെറ്റുകൾക്കിടയ്ക്കാഞ്ഞുലഞ്ഞലയുമൻ, യാനപാത്രത്തെ കരയ്ക്കണച്ചിടണേ. സൃഷ്ടാവ് ഏറെ ആദരിച്ച സൃഷ്ടിയാണ് മനുഷ്യൻ. ഏറ്റവും സുന്ദരമായ ഘടനയിൽ അവനെ സൃഷ്ടിച്ചു. മനോഹരമായ ആകാരവും അവയവ പൊരുത്തവും നൽകി. മറ്റൊരു സൃഷ്ടിക്കും നൽകാത്ത അറിവുകൾ നൽകി. ഭൂമിയിൽ സർവേശ്വരൻ്റെ പ്രതിനിധിയാക്കി. ഒന്നാമത്തെ മനുഷ്യനായ ആദമിന് മാലാഖമാരെക്കൊണ്ട് സാഷ്ടാംഗം ചെയ്യിച്ചു. ഇതൊക്കെ മനുഷ്യവംശത്തിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും വിളംബരം ചെയ്യുന്നു. ഈ മനുഷ്യൻ ഭൂമിയിൽ പിറന്നത് ശുദ്ധനും നിഷ്കളങ്കനും ആയിട്ടാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. എന്നാൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് അവനിൽ പിന്നീട് പല പാപങ്ങളും ഉണ്ടാകുന്നു. പാപം ചെയ്യുക എന്നത് മനുഷ്യൻ്റെ പോരായ്മയല്ല, സഹജഭാവമാണ്. മനുഷ്യൻ്റെ പൊതുവായ പ്രകൃതം നന്മയിലോ തിന്മയിലോ സ്ഥിരമായി ഒതുങ്ങി നിൽക്കുന്നതല്ല. ഏത് മഹാപാപിയിലും കുറച്ച് നന്മകളുണ്ടാകും. ഏതൊരു പുണ്യവാനിലും ഏതാനും തെറ്റുകളും ഉണ്ടാകും. കാരണം വിണ്ണിൻ്റെയും മണ്ണിൻ്റെയും ഘടകങ്ങൾ അവനിൽ സമ്മേളിച്ചിരിക്കുന്നു. മാലാഖയുടെയും പിശാചിൻ്റെയും സ്വഭാവങ്ങൾ അവനിൽ അന്തർലീനമായിരിക്കുന്നു. പാപങ്ങൾ ചെയ്യാത്ത ആരുമില്ല. എന്നാൽ അതിൽ ഉറച്ചു നിൽക്കാതെ സർവശക്തനോട് പശ്ചാത്തപിച്ച് മടങ്ങുകയാണ് വേണ്ടത്. അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൽ നിന്നും അവിടുത്തെ ആജ്ഞകളിലേക്ക് മടങ്ങുക. തിന്മകൾ നിറഞ്ഞ ജീവിതത്തിൽ നിന്നും തമ്പുരാനുള്ള അനുസരണയിലേക്കും വിശുദ്ധിയുള്ള ജീവിതത്തിലേക്കും തിരിച്ചു പോവുക. ഇതാണ് തൗബ അഥവാ പശ്ചാത്താപം. വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് നിഷ്കളങ്കരായി പശ്ചാത്തപിച്ച് മടങ്ങുക എന്ന് വിശുദ്ധ ഖുർആൻ. നബി തിരുമേനി അരുൾ ചെയ്യുന്നു, നിങ്ങൾ അള്ളാഹുവിനോട് ചെയ്ത തെറ്റുകളെക്കുറിച്ച് പശ്ചാത്തപിക്കുക, പാപമോചനം തേടുക. നിശ്ചയം ഞാൻ ദിനവും 100 വട്ടം രക്ഷിതാവിനോട് മാപ്പ് ചോദിക്കാറുണ്ട്. പശ്ചാത്താപത്തേക്കാൾ മനുഷ്യർക്ക് നിർബന്ധമായ മറ്റൊരു കാര്യമില്ല. പശ്ചാത്താപബോധം അന്യമായി പോകുന്നതിനേക്കാൾ ഗുരുതരമായ ഒരു വീഴ്ചയുമില്ല. സൈക്കിൾ ചവിട്ടി പഠിച്ചവർക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ആരംഭത്തിൽ പലതവണ വീണിരിക്കും. കയ്യും കാലുമൊക്കെ മുറിയുകയും അല്പം തൊലി പോവുകയും ചോര പൊടിയുകയും ഒക്കെ ഉണ്ടാകും. എന്നാൽ വീണവർ വീണ്ടും എഴുന്നേറ്റ് ചവിട്ടിയില്ലെങ്കിൽ ഒരിക്കലും സൈക്കിൾ കയറ്റം പഠിക്കാൻ പറ്റില്ല. ജീവിതവും അങ്ങനെ തന്നെയാണ്. അബദ്ധങ്ങളും പിഴവുകളും സ്വാഭാവികം. അവയെ പശ്ചാത്താപത്തിൻ്റെ കണ്ണുകളോടെ കാണുകയും തിരുത്തുകയും ചെയ്തില്ലെങ്കിൽ ഒരിക്കലും ആ വ്യക്തി ജീവിതത്തിൽ വിജയിക്കില്ല. വിശുദ്ധ റമളാൻ പാപമോചനത്തിൻ്റെ മാസമാകുന്നു. തമ്പുരാനോട് വന്നുപോയ വീഴ്ചകളിൽ അകമഴിഞ്ഞ് പാപമോചനം തേടുക. പാളിച്ചകളിലേക്ക് വീണ്ടും മടങ്ങാതിരിക്കുക. ശരണാർത്ഥിയാണു ഞാൻ, അല്ലാഹുവേ നീയൻ, അകതാരിൽ നിറയും തെളിച്ചമായി തീരണേ. ശരി തെറ്റുകൾക്കിടയ്ക്കാഞ്ഞുലഞ്ഞലയുമൻ, യാനപാത്രത്തെ കരയ്ക്കണച്ചിടണേ. റംസാൻ മൊഴികൾ അവതരിപ്പിച്ചത് ഹാഫിസ് PH അബ്ദുൽ ഗഫാർ മൗലവി.